ജില്ലാ കളക്ടർക്ക് എവിടെ നിന്നാണ് ഈ പദ്ധതികൾക്കുള്ള ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുക? ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു, നമ്മെ പ്രോത്സാഹിപ്പിക്കും എന്ന് കരുതുന്ന മേലുദ്യോഗസ്ഥന്മാരും ചില രാഷ്ട്രീയ നേതാക്കളും അതിനെ എതിർക്കുന്നു, അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നു, ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഉദാഹരണമായിട്ട് നിർമ്മിതി കേന്ദ്രം തുടങ്ങിയപ്പോൾ ചോദിച്ചു, നിർമ്മിതി കേന്ദ്രം തുടങ്ങാൻ ബജറ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ, പ്ലാനിൽ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് തുടങ്ങിയത്? കൊല്ലക്കാർ ഉലക്കൊണ്ട് അടിച്ചിട്ട് മുറം കൊണ്ട് വീശും. ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു ശൈലി അല്ല എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. ഒരു കളക്ടറുടെ ചുമതല എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക കോർഡിനേറ്ററാണ്. ഞാൻ ആ കോർഡിനേഷൻ വർക്ക് ചെയ്തു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനിയും ചെയ്യുക തന്നെ ചെയ്യും എന്നൊരു നിലപാട് എടുക്കേണ്ടി വന്നു. എന്നിട്ടും എന്തേ ഈ പറഞ്ഞ പദ്ധതി പലപ്പോഴും അഴിമതിയിലാണ്ട് പോയതായിട്ട് പിന്നീട് സൂചിപ്പിച്ചത്? പല കാര്യങ്ങളുണ്ട് പറയേണ്ട, പക്ഷെ പറയേണ്ട ചില കാര്യങ്ങൾക്ക് സൂചന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പറയില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഡോക്ടർ CV ആനന്ദബോസ് IAS എന്ന് പറയുന്ന ഭരണാധികാരി ഇംപ്ലിമെന്റ് ചെയ്ത ചില കാര്യങ്ങളും അത് രാഷ്ട്രവും ലോക രാജ്യങ്ങളും UN അടക്കമുള്ളവർ ഫോളോ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്. ജനങ്ങളുടെ സഹകരണത്തോടു കൂടി എൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടുകൂടി പല പുതിയ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് കൊല്ലത്തെക്കുറിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ ഹൃദ്യമായ ഓർമ്മകൾ. കൊല്ലം ജില്ലയിലേക്ക് എത്തിയ സമയത്ത് കൊല്ലം ജില്ലാ തലവനായിരുന്ന ഡോക്ടർ CV ആനന്ദബോസ് അല്ലെങ്കിൽ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായി. പറയാതിന് വയ്യ എന്ന പുസ്തകത്തിൽ പറയാത്ത കാര്യങ്ങൾ അങ്ങ് കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല.